നാം വന്നിരിക്കുന്നത് കണ്ണു തുറക്കാത്തവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ്. കാത് പൊത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളെ കേൾക്കാൻ കൂട്ടാക്കാത്തവരെ കേൾപ്പിക്കാൻ വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. ഈ സമരം LDFന്റെ ഭാവിയിലേക്കുള്ള യാത്രയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് വിസ്മയം എന്ന വാക്ക്. എപ്പോഴും പറയും അദ്ദേഹം വിസ്മയങ്ങളെ പറ്റി. കേരളം വീണ്ടും വീണ്ടും വിസ്മയം കാണുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിസ്മയം. നമുക്ക് ലഭിക്കേണ്ട വിഹിതമെല്ലാം വെട്ടിച്ചുരുക്കുന്നു. ഔദാര്യമല്ല ഇത്, ഔദാര്യമല്ല, ഇത് പ്ലാൻ ഫണ്ടാണ്. അത് വെട്ടിച്ചെടുക്കാൻ അവകാശമില്ല UDFന്. UDF വെട്ടിച്ചെടുക്കുന്നത് നിശ്ചിതമായിട്ടാണ്, ഏറ്റവും വൃത്തികെട്ട കണ്ണിൽ ചെറിയാത്ത മട്ടിലാണെന്ന കാര്യം നാം കാണുകയാണ്. 692 കോടി രൂപയാണ് വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്, ഒഴിച്ചത്. അതിപ്പോൾ 177 കോടിയായി. തീർച്ചയായിട്ടും വിസ്മയമാണ്. ആ വിസ്മയത്തിന്റെ അർത്ഥം എന്താണ്? 515 കോടിയുടെ വെട്ടിച്ചുരുക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്തിലാണിത്. പഞ്ചായത്ത് രാജ് നഗരപാലികയെ പറ്റിയെല്ലാം ഒരുപാട് പറയുന്നുണ്ട് അവർ. എപ്പോഴും പറയുന്നു മുഖ്യമന്ത്രി നെഹ്റുവിന്റെ പേര്. നെഹ്റുവിന്റെ നേതാവായിരുന്നു മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവാണ് അദ്ദേഹം. മഹാത്മാഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പദമാണ് ഗ്രാമസ്വരാജ് എന്ന കാര്യം നമുക്കറിയാം. എപ്പോഴും പറഞ്ഞു ഗ്രാമങ്ങളാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്ന്. ഗ്രാമങ്ങളും മുനിസിപ്പാലിറ്റികളും ചേർന്നുകൊണ്ട് അടിസ്ഥാന വികസനത്തിന്റെ വഴി കാണിക്കുന്ന സ്ഥാപനങ്ങളെ എല്ലാം ഇതുപോലെ ഞെരിച്ചാൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന കാര്യം നാം പറയുകയാണ്. മുമ്പോട്ട് പോയേ തീരൂ. നാം അത് പ്രഖ്യാപിക്കാൻ വന്നിരിക്കുകയാണ്. മഹാത്മാഗാന്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഗാന്ധിയെ വഞ്ചിക്കുന്നു, നെഹ്റുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് നെഹ്റുവിനെ വഞ്ചിക്കുന്നു. വേറൊരു നേതാവുണ്ട്, അത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ് ഈ രംഗത്ത് വേറൊരു നിയമം കൊണ്ടുവന്ന ആൾ. അത് മഹത്തായ നിയമമാണെന്ന് നിങ്ങൾ പറയുന്നു. ആ നിയമത്തെയും നിങ്ങൾ വെട്ടിമുറിക്കുന്നു, ഒറ്റുകൊടുക്കുന്നു. തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ വാസ്തവത്തിൽ മഹാത്മാഗാന്ധിയോ നെഹ്റുവോ ഒന്നും നയിക്കുന്നില്ല. നിങ്ങളെ നയിക്കുന്നത് എല്ലാവർക്കും അറിയാം. അത് ഗോഡ്സേമാരാണ്, ഗോൾവാക്കറാണ്, ഹെഡ്ഗേവാർമാരാണ്. അവരെല്ലാം കാണിച്ച വഴിയെ പോകുന്ന ഈ ഗവൺമെന്റ് BJP കളിക്കുന്ന വഴിയെ പോകുന്ന ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് അതുകൊണ്ട് ജനങ്ങളെ മാനിക്കാൻ അറിയില്ലെന്ന കാര്യം വ്യക്തമായി നാം കാണുകയാണ്. ആ കണക്കെല്ലാം അതുകൊണ്ട് ദുഃഖമായി പറയേണ്ടതല്ല. ഇപ്പോൾ ഒന്നുറപ്പ്, ഇതിൽ മാത്രമല്ല, വഖഫ് ആകട്ടെ, PMC ആകട്ടെ, മറ്റേത് കാര്യവുമാകട്ടെ, അവിടെയെല്ലാം ഈ സർക്കാർ നയിക്കുന്നത് BJP തെളിച്ച വഴിയാണെന്ന് അറിഞ്ഞു കിടന്ന് പറയുകയാണ്. നാം സമ്മതിക്കില്ല. കണ്ണു പൊത്തിപ്പിടിച്ചുകൊണ്ട്, കാത് കൊട്ടിയടച്ചുകൊണ്ട് എല്ലാത്തിനെയും നിരാകരിക്കുന്ന വോട്ടിൽ പോകുന്ന ഗവൺമെന്റിനെ ജനങ്ങൾ പാഠം പഠിപ്പിക്കും. LDF ആ വിക്ഷോഭത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സർക്കാർ കൂട്ടാക്കാത്ത പക്ഷം സർക്കാരിനെ പാഠം പഠിപ്പിക്കുവാനും അതിന്റെ പോക്ക് തിരുത്തിക്കാനും ആകുമെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും, LDFന്റെ എല്ലാ സഹാക്കളെയും സഹോദര പാർട്ടികളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഞാൻ വീണ്ടും അഭിവാദ്യം ചെയ്യുന്നു. സഹാക്കളെ മുന്നോട്ട് വിജയം വരെയും നാം തുടരുന്ന പോരാട്ടം